ഹലോ ഫ്രണ്ട്സ്, ഉപ്പും മുളകും ലൈറ്റ് ഒരു ഫാമിലി വ്ലോഗ് ചാനലാണ്. അവർക്ക് 2 പെൺകുട്ടികളുണ്ട്. ഒന്നാമത്തെ ആള് പൊന്നു, രണ്ടാമത്തെ ആള് കുഞ്ഞ്. അതിൽ അവരുടെ ഒളിച്ചോട്ട കഥ ഒരു സീരീസ് പോലെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ കാര്യമായിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരസ്പരം ചെളി വാരി എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അമ്മയും അച്ഛനും ആദ്യം ഒരു വീഡിയോയിൽ ഒന്ന് കുറച്ച് കാര്യം പറയും, പിന്നെ മൂത്ത മോള് വന്ന് പറയും, അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് മൂന്നാമത്തെ മകൾ വരും. സംഭവം എവിടെ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഈ കുഞ്ഞെന്ന് പറയുന്ന പെണ്ണ് കല്യാണം ഉറപ്പിച്ച പയ്യൻ്റെ കൂടെ തന്നെ ഒളിച്ചോടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പയ്യനുമായിട്ടുള്ള വിവാഹബന്ധം നിർത്തും അല്ലെങ്കിൽ അത് ഒഴിവാക്കപ്പെടും എന്നൊരു സാഹചര്യത്തിൽ 6 മാസം എങ്ങാനും ആയിട്ടേ ഉള്ളൂ കല്യാണം നിശ്ചയിച്ചിട്ട് അവർ പരിചയപ്പെട്ടിട്ട്. അപ്പം ആ ഒരു 6 മാസത്തിനിടയ്ക്ക് അവരത്രയും അറ്റാച്ച്ഡായി. അത് കാരണം കുഞ്ഞിന് ആ പയ്യനെ ഒഴിവാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഈ വിവാഹം നിർത്തലാക്കപ്പെടും എന്നൊരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടി ആ പയ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നു. അതാണ് സംഭവം. ഈ പെണ്ണ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നതിന് മുമ്പേ ഈ മരുമോൻ ചെക്കനെ കുറിച്ച് പറയുന്ന കുറ്റങ്ങളും കുറവുകളും ഒക്കെ വിത്ത് പ്രൂഫ് അടക്കം കയ്യിൽ ശേഖരിച്ച് വെച്ചിട്ടാണ് ഈ പയ്യൻ്റെ കൂടെ ഒളിച്ചോടുന്നത്. അച്ഛനും അമ്മയ്ക്കും പെങ്ങൾക്കും എപ്പോൾ പണി കൊടുക്കാൻ ഒരു അസ്ത്രം, ബ്രഹ്മാസ്ത്രം കയ്യിൽ കരുതിക്കൊണ്ടൊക്കെ പോരെന്ന് പറയില്ല, ആ ഒരു വിധത്തിൽ അവർക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടാണ് ഈ പയ്യൻ്റെ കൂടെ പോന്നേക്കുന്നത്. അറിയാം എന്തായാലും ഒരു ഇഷ്യൂ ആകും എന്നുള്ളത് ആ കുട്ടിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ട് വന്നത്. ഇവിടെ ഇപ്പം എന്താ അവസ്ഥ എന്ന് വെച്ചാൽ ചെളി വാരി എറിഞ്ഞ് ഇതിപ്പം വ്യക്തിപരമായ പേഴ്സണൽ ഡീറ്റെയിൽസ് വരെ പുറത്തു വിടുന്ന ഒരു അവസ്ഥയിലാണ് വന്നിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഞാൻ പൊന്നൂരി കുഞ്ഞിൻ്റെ അമ്മേനോട്, ചേച്ചി നിങ്ങൾക്ക് നാണമില്ലേ? ഒട്ടും നാണമില്ലേ? നിങ്ങളുടെ മക്കളാണ് 2 പെൺകുട്ടികൾ. അവരെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇങ്ങനെ വലിച്ചു കീറാൻ വേണ്ടി മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് അവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ വീഡിയോ കണ്ടിട്ട് വിഷമിച്ചിട്ടുണ്ടോ? ഞാൻ കാരണമാണല്ലോ, ഇതിനുള്ളൊരു അവസ്ഥ ഞാനാണല്ലോ വെച്ചു കൊടുത്തത്, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മൂത്ത മകള് പൊന്നു, അത് അവൾ ഫസ്റ്റ് ടൈം ഒളിച്ചോടിയ സമയത്ത് സോഷ്യൽ മീഡിയ മുഴുവൻ പൊങ്കാലിട്ട വിഷയമാണ്. ഇപ്പം രണ്ടാമത്തെ ആളും പോയി. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈൽ ഫോണിൽ വിളിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ 3 കൂട്ടർ കൂടെ ഒരുമിച്ച് ചേർന്നിരുന്ന് ഒരു മീഡിയേറ്റർ വെച്ച് സംസാരിച്ച് തീർപ്പാക്കാം, അല്ലെങ്കിൽ വീടുകളിൽ പോയി സംസാരിക്കാം. നിങ്ങൾ അതില്ലാതെ ഇവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു സോഷ്യൽ മീഡിയ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാം. എന്തുകൊണ്ടാണ് ഈ കുറ്റം പറയുന്നത് വഴി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സും കൂടെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണോ? അറിയാത്തതുകൊണ്ട് ചോദിക്കുക. നിങ്ങൾക്ക് ഒരു ഒട്ടും നാണം തോന്നുന്നില്ലേ? നിങ്ങളുടെ 2 മക്കളാണത്. ഭാവിയിൽ അതിന് എന്തൊക്കെ രീതിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്ന അറിയോ? ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ തന്നെ കിടക്കും. നിങ്ങൾ വിചാരം എന്താ, നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ നാണക്കേടിന് പ്രതിഫലം യൂട്യൂബിൽ നിന്ന് വരുമാനമായിട്ട് കിട്ടുന്ന സമയത്ത് എല്ലാം തേഞ്ഞു മാഞ്ഞു പോകുമെന്നാണ് വിചാരിച്ചു വെച്ചിട്ടുള്ളത്. തെറ്റി അങ്ങനെ ഉണ്ടാവില്ല. കുഞ്ഞിനും മുമ്പോട്ടൊരു ഭാവിയുണ്ട്, പൊന്നിനും മുമ്പോട്ടൊരു ഭാവിയുണ്ട്. അവർക്ക് വളർന്നു വരുന്ന മക്കളും ഉണ്ട്. ഇതൊക്കെ അവരുടെ ജീവിതത്തിനെ വളരെ നെഗറ്റീവായിട്ടേ ബാധിക്കുള്ളൂ. വളരെ നെഗറ്റീവായിട്ട് ഭയങ്കര മോശമായ രീതിയിൽ തന്നെ ബാധിക്കും. ഒന്നിരുന്ന് ആലോചിച്ച് നോക്ക്. നാളെ നിങ്ങളെ വീട്ടുകാർ നന്നാവുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ അങ്ങോട്ടോ വീണ്ടും കുറ്റപ്പെടുത്താനോ അതൊരു വഴക്കിലെത്താനുള്ള കാരണങ്ങളും കാര്യങ്ങളുമാണ് നിങ്ങൾ ഇന്നിപ്പം ഇവിടെ കാട്ടിക്കൂട്ടി വെക്കുന്നത്. തേച്ചാലും മാച്ചാലും പോകില്ല ഇങ്ങനത്തെ നാണക്കേടുകളൊന്നും. പിന്നെ ഈ കുഞ്ഞെന്ന് പറയുന്ന പെൺകുട്ടി, അവൾ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളിങ്ങനെ അവളെ പറ്റിയിട്ട് അവനെ പറ്റിയുള്ള കുറ്റങ്ങൾ ഇങ്ങനെ വാദോരാതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവരുടെ വീട്ടുകാർക്ക് നിങ്ങൾ 2 കൂട്ടരോട് എന്ത് തോന്നും? വ്യക്തി വൈരാഗ്യം, ഇഷ്ടക്കേട്, താല്പര്യക്കുറവ് തോന്നും. അങ്ങനെ ഒരു സംഭവം ഉള്ളിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം അടുത്ത് ഇടപഴകാൻ പറ്റും? നിങ്ങൾ ഫാമിലിയാണ്. മരുമകൻ, അമ്മയമ്മ, അവരിതിൽ ഫാമിലിയാണ്. നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് നേരം വെളുത്തിട്ടില്ലേ? പൊന്നൂന് പ്രത്യേകിച്ച പൊന്നു, നിനക്ക് തീരെ വിവരമില്ലേ? നീ പൊട്ടത്തിയാണോ? സ്വന്തം അനിയത്തിനെ വിവാഹം കഴിച്ച ഒരാളുടെ പേഴ്സണൽ ചാറ്റ് കാര്യങ്ങളാണ് പുറത്തു വിടുന്നത്. ആ ചാറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ വെക്കുന്നില്ല. കാരണം അത് വ്യക്തിപരമായി അയാളുടെ പാസ്റ്റിൽ നടന്നൊരു സംഭവം. ആ ഒരു സംഭവം പൊക്കി പിടിച്ച് വന്നിട്ട് ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. ഏതൊരാണാണ് 100% പെർഫെക്റ്റ് ആയിട്ടുള്ളത്? വിവാഹത്തിന് മുമ്പ് മറ്റൊരു സ്ത്രീയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ അടുപ്പമുള്ളൊരു സ്ത്രീയാണെങ്കിൽ പറയേണ്ടത് എന്താണെങ്കിലും ലൈംഗിക ചൊവ്വയുള്ള ചാറ്റുകൾ അവരുടെ ഇടയിൽ നടന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊക്കി പിടിച്ച് വന്നിട്ട് സ്വന്തം അനിയത്തിന്റെ ജീവിതമാണ് ഇല്ലാതാക്കുന്നത്. ആ പയ്യന്റെ വീട്ടുകാരുടെ മുമ്പിൽ, കൂട്ടുകാരുടെ മുമ്പിൽ, ഒരു സമൂഹത്തിന് മുമ്പിൽ, സ്വന്തം ഭാര്യന്റെ മുമ്പിൽ തല കുനിക്കുന്ന പരിപാടിയാണ് കാണിച്ചു വെച്ചേക്കുന്നത്. തല കുനിക്കുന്നതല്ല, തല കുനിപ്പിക്കുന്ന പരിപാടി. ഈ കുഞ്ഞിനെ നിന്നോട് എത്രത്തോളം വിഷമം, ദേഷ്യം ഒക്കെ തോന്നുന്നുണ്ടാവും. അത് ആ പയ്യന്റെ പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ്. കുഞ്ഞിന്റെ കൂടെ ഇറങ്ങി പോകുന്നതിന് ശേഷം അവരൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ജീവിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ കുറച്ചുകൂടെ ന്യായമുണ്ട്. എൻ്റെ പെങ്ങൾ കൂടെയുള്ള സമയത്താണ് അവൻ ഇങ്ങനത്തെ ചെറ്റത്തരം കാണിച്ചിട്ടുള്ളത്, അവന് വെറും വൃത്തികെട്ടവനാണെന്ന് നിങ്ങൾ പറയുന്നതിൽ അർത്ഥമുണ്ട്. പക്ഷെ അവൻ്റെ പാസ്റ്റിൽ നടന്നൊരു കാര്യം, അവൻ്റെ ചാറ്റുകൾ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന് ആ പയ്യൻ ഇങ്ങനെ മോശം കാണിക്കുന്ന സമയത്ത് നിങ്ങളുടെ അനിയത്തിയുടെ ദാമ്പത്യ ജീവിതം തന്നെയാണ് തകർക്കുന്നത്. നാളെ അവരുടെ ഇടയിൽ എന്തെങ്കിലും വഴക്കോ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് കുഞ്ഞൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങളത് പരിഹരിക്കാൻ പോകണം, വേണ്ടേ? ആ സമയത്ത് നിങ്ങൾക്ക് അവിടെ ആ പ്രശ്നത്തിൽ ഇടപെടാനോ അതിലൊരു തീർപ്പ് ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കാനോ എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങൾ തന്നെ അവനെ താറടിച്ചിട്ട് നാളെ നിങ്ങൾ തന്നെ അവനെ അവളോടൊപ്പം ചേർത്ത് വെക്കുക എന്ന് പറയുന്നത് നാട്ടിൽ നടക്കുന്ന കാര്യമാണോ? അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? നിങ്ങളുടെ യോഗ്യത, നിന്റെ അമ്മേന്റെ യോഗ്യത, നിന്റെ അനിയത്തിന്റെ യോഗ്യത ഒക്കെ അവിടെ ചോദ്യം ചെയ്യപ്പെടും.
ഈ എന്താണ് ഈ മീൻ കടയിൽ നിന്ന് മീൻ മേടിച്ചിട്ടുണ്ടോ? മീൻ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കും. അപ്പോൾ ആ ചേട്ടൻ കയ്യിലൊക്കെ മീനായി അതായി കഴിഞ്ഞാൽ ശേഷം തിരിച്ച് നമുക്ക് ബാലൻസ് തരുന്ന പൈസയ്ക്ക് ഒരു മീനിൻ്റെ മണം ഉണ്ടാവും. ആ കണക്കിനെയാണ് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നത് യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന യൂട്യൂബ് വരുമാനത്തിന് നിങ്ങളെ ഫാമിലി നാറി അതേ മണം ഉണ്ടാവും. ആ മണം ഉണ്ടാവും. ആ മണവും ആ ഒരു ഇതും തേച്ചാലും മാച്ചാലും പോകില്ല. കാരണം നിങ്ങൾ അത്രയും നാറി. നിങ്ങളെ ഫാമിലി ഇപ്പോൾ യൂട്യൂബിൽ അറിയപ്പെടുന്നതിന് നാറിയ ഫാമിലി എന്നാണ്. ഒരു ഫാമിലി അങ്ങനെ ആവരുത് എന്നതിന് ഉദാഹരണം എന്ന പോലെയാണ് നിങ്ങളുടെ ഫാമിലിയെ മറ്റുള്ളവർ പൊക്കി പിടിച്ച് നടക്കുന്നത്. എന്തിനാണ് സ്വന്തം പിച്ച് ചീന്തപ്പെടാൻ വേണ്ടിയിട്ട് ഒരു മുഖവുമായിട്ട് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? നിങ്ങളൊരു ഫാമിലി വ്ളോഗറല്ലേ? നിങ്ങൾക്ക് ഫാമിലിയുടെ നല്ല നല്ല വശങ്ങൾ മാത്രം കാണിച്ച് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാം. നിങ്ങൾ ഈ നെഗറ്റീവ് വശം കൂടെ കാണിക്കുന്ന സമയത്ത് നാളെ ആ പയ്യൻ കുഞ്ഞിൻ്റെ ഭർത്താവ് പുറത്തിറങ്ങുന്ന സമയത്ത് മറ്റുള്ളവർ കളിയൊക്കെ ചിരിക്കും. ഇവൻ മറ്റേ പെണ്ണായിട്ട് ഇങ്ങനെയൊക്കെ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ചാറ്റ് കണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയാണ് അതിൽ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ പെണ്ണിന് എന്തിൻ്റെ കേടായിരുന്നു, ആ പയ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോയി, അവനത്ര നല്ലതല്ല. ഇങ്ങനെ ആ പയ്യനെ അടക്കം പറയാനുള്ളൊരു കാര്യമാണ് നിങ്ങളതിൽ ട്രോൾസ് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടോ? ആ പയ്യന് നേരെ വന്നിട്ടുള്ളത് അതൊക്കെ ഒന്ന് സമയം കിട്ടുമ്പോൾ കാണണം. ഇതൊക്കെ ഇങ്ങനെ യൂട്യൂബ് കിടക്കുന്ന സമയത്ത് ദിനം പ്രതി ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ളത് കുഞ്ഞിൻ്റെ മനസ്സിലേക്കൊരു സംശയരോഗത്തിൻ്റെ വിത്ത് പാകുക എന്നുള്ള രീതിയിലാണ് നിങ്ങളിത് ചെയ്തിട്ടുള്ളത്. നാളെ ആ പയ്യൻ ഏതെങ്കിലും പെണ്ണിനോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചാറ്റുകൾ നടത്തുകയോ ചെയ്യുന്ന സമയത്ത് കുഞ്ഞിൻ്റെ മൈൻഡ് അവൾ അറിയാതെ തന്നെ ഈ ഒരു ചാറ്റ് ഓർക്കും. പിന്നെ സംശയത്തിൻ്റെ വശത്തിൽ അവനെ കാണാൻ തുടങ്ങും. അത് അവരുടെ ദാമ്പത്യ ജീവിതം മോശമായ രീതിയിൽ തകർക്കും. ഒന്ന് ചിന്തിച്ചു നോക്ക്. എത്രയൊക്കെ എനിക്ക് എൻ്റെ ഭർത്താവിന് വിശ്വാസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഭർത്താവിൻ്റെ പാസ്റ്റ് അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് അയാൾക്ക് ഇങ്ങനെ ഒരു വശമുണ്ട് എന്ന നിലയിൽ അത് മനസ്സിലാക്കുന്ന ഭാര്യ ഒരു 100-ൽ ഒരു 2% എങ്കിലും അവനെ ആ കണ്ണുകൊണ്ട് കാണും. അത് അതൊരു പ്രകൃതി നിയമമാണ്. ഇത്രയും ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയേ? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് അങ്ങനെ ഇതിപ്പം പൊന്നൂൻ്റെ ഭർത്താവിൻ്റെ ചാറ്റാണ് പുറത്ത് വിടുന്നതെങ്കിൽ പൊന്നൂന് എങ്ങനെയുണ്ടാവും? പൊന്നൂൻ്റെ വീട്ടുകാർക്ക് എങ്ങനെയുണ്ടാവും? ആ പയ്യനെ നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് എങ്ങനെയുണ്ടാവും? നീ സ്വന്തം ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എൻ്റെ ഭർത്താവ് പൊന്നു വിചാരിക്കുക, എൻ്റെ ഭർത്താവിൻ്റെ ഒരു ചാറ്റാണ് ഇങ്ങനെ പുറത്ത് വന്നിട്ടുള്ളതെങ്കിൽ എൻ്റെ ഭർത്താവിന് അത് എത്രത്തോളം ഇൻസൾട്ട് ആയിരിക്കും. എൻ്റെ ഭർത്താവിനെ മറ്റൊരു സ്ത്രീ, മറ്റൊരു പുരുഷൻ, വേറൊരു അച്ഛൻ അമ്മ അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ അമ്മ ഏത് കണ്ണിലൂടെ കാണും? നാളെ മറ്റേതെങ്കിലും സ്ത്രീയായിട്ട് ചിരിച്ച് കളിച്ച് സംസാരിക്കുന്ന സമയത്ത് അവനെ അതേ ത്രാസിൽ വെച്ച് തൂക്കുള്ളൂ. ചിന്തിച്ചിട്ടുണ്ടോ? നീ ചെയ്തത് വെറും വൃത്തികെട്ട പരിപാടിയാണ്. വൃത്തികെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ അത്രയും വൃത്തികെട്ട പരിപാടി. മാപ്പർഹിക്കാത്ത തെറ്റ്. നിന്റെ പെങ്ങളെ കണ്ണീരിന് നീ വില കൊടുക്കേണ്ടി വരും ഒരു ദിവസം ഈ ചെയ്ത തെറ്റിന്. നീ ഓർത്തു വെച്ചോ. ഇപ്പോഴും നിങ്ങൾക്ക് തെറ്റ് തിരുത്താനുള്ള സമയം ഒരുപാടുണ്ട്. പക്ഷെ നിങ്ങളത് ചെയ്യില്ല. എല്ലാവരും അവനവൻ്റെ ഭാഗം ന്യായീകരിക്കാൻ മാത്രമേ ശ്രമിക്കുള്ളൂ. അത് തന്നെയാണ് നിൻ്റെയൊക്കെ ഭാഗത്ത് നടക്കുക. ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. കാരണം ഞാൻ ഈ വിഷയത്തിൽ 1-2 വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുള്ളൂ, പിന്നെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തെക്കുറിച്ച് ചെയ്യേണ്ട എന്ന് കരുതിയിരുന്നതാണ്. കാരണം ഇവർ വീണ്ടും നാട്ടുകേസ് പൊക്കി പിടിച്ചുകൊണ്ട് വരികയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഞാനിതിപ്പോൾ ഈ ഒരു ചാറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട സമയത്ത് എനിക്ക് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, നിന്റെ ഭർത്താവിൻ്റെ പാസ്റ്റ് ചെക്ക് ചെയ്താലും നിനക്ക് കിട്ടും ഇതേപോലെ കുറേ തുമ്പും വള്ളിയൊക്കെ. ആദ്യം അത് നോക്കിയിട്ട് ചെയ്ത് തെറ്റാണോ ശരിയാണോ എന്ന് സ്വന്തം ഒന്ന് വിലയിരുത്തി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.